അനു ഇപ്പോൾ തനി നാടൻ ഭാര്യയായി മാറിയിരിക്കുന്നു. തമിഴകത്തെ ഭുവന്റെ പെണ്ണായി തമിഴ്നാട്ടിലെ മരുമകളായി ഇപ്പോൾ അനു അവിടെ വീട്ടിലേക്ക് ചെന്ന് കയറിയിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. സിമ്പിളായി സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് സിന്ദൂരമിട്ട് വേറെ മേക്കപ്പോ അമിതമായ ആഭരണങ്ങളോ ഒന്നുമില്ലാതെ താലിയും ഒരു മാലയും മാത്രം അണിഞ്ഞുകൊണ്ട് സിമ്പിളായിട്ടാണ് അനു പോകുന്നത്. ഭുവനൊപ്പം അനു ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയെന്നാണ് ആരാധകർ പറയുന്നത്. ഭുവന്റെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും അനുവിനെയും ഭുവനെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അനുവിൻ്റെ കാല് കഴുകി നിലവിളക്ക് കൊടുത്തിട്ടാണ് ഭുവന്റെ അമ്മ അനുവിനെ ആ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റുന്നത്. നിലവിളക്കും കൊണ്ട് പൂജാമുറിയിലേക്ക് പോകുന്ന അനു അവിടെ നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അനുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജീവിതം സ്വപ്ന തുല്യമായൊരു ജീവിതമാണ് അനുവിന് കിട്ടിയിരിക്കുന്നത്. അത് അനു ആഘോഷിക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, സാധാരണ കാണുന്ന അനുവിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അനുവിനെ കാണുന്നത് നല്ല മേക്കപ്പോടെ നല്ല പോലെ ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ വളരെ സിമ്പിളായി സിന്ദൂരമൊക്കെ അണിഞ്ഞ് അനുവിനെ കാണുമ്പോൾ വല്ലാത്തൊരു സൗന്ദര്യം തന്നെ തോന്നുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. വിവാഹ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ച് ഇൻഫ്ലുവൻസറും നടിയുമായ അനുമോൾ രംഗത്ത് വന്നിരുന്നു. തന്റെ വിവാഹം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് അനുമോൾ ഈ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഭർത്താവ് ഭുവനേഷുമൊത്തുള്ള രസകരമായ അനുഭവങ്ങളും വിവാഹ ചടങ്ങുകളുടെ വിവരങ്ങളുമാണ് അനുമോൾ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെ തുറന്നു പറഞ്ഞത്. ഗുരുവായൂരിൽ വെച്ച് നടന്ന പ്രധാന ചടങ്ങുകൾക്ക് ശേഷം നടന്ന ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ വിശേഷങ്ങളാണ് ഇരുവരും പങ്കുവച്ചത്. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും അടക്കം 100ഓളം പേർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മറ്റുള്ളവർക്കായി ഒരു വലിയ റിസപ്ഷനും ഒരുക്കിയിരുന്നു. വിവാഹത്തിനായുള്ള വസ്ത്രങ്ങളും ഔട്ട്ഫിറ്റുകളും തിരഞ്ഞെടുക്കുന്നതിൽ പൂർണ്ണ സ്വാതന്ത്ര്യവും ചുമതലയും അനുമോൾക്ക് തന്നെയായിരുന്നു. അളവുകൾ മാത്രം നൽകിയ ഭുവനേഷിനായി എല്ലാ വസ്ത്രങ്ങളും സർപ്രൈസായി അനുമോൾ തന്നെയാണ് പ്ലാൻ ചെയ്തത്. തനിക്കായി ഒരുക്കിയ കോസ്റ്റ്യൂമുകളും ഡിസൈനുകളും ഏറെ ഇഷ്ടപ്പെട്ടതായി ഭുവനേഷും വ്യക്തമാക്കി. വിവാഹം കഴിഞ്ഞ സന്തോഷത്തോടെ ഭുവന്റെ അരികിലിരിക്കുന്ന അനുവിന്റെ വീഡിയോയും പിന്നെ അനുവിനൊപ്പമുള്ള ഒരു ചിത്രവുമൊക്കെ ഭുവൻ പങ്കുവച്ചിരുന്നു. സ്വന്തം സോഷ്യൽ മീഡിയയിൽ അനുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭുവൻ അപ്ഡേഷൻസ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അമ്മയോടൊപ്പം വന്ന് നിൽക്കുന്ന ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കുന്ന ഒരു പാവം ചെക്കനായിട്ടാണ് നമ്മൾ എല്ലാവരും ഭുവനെ കണ്ടത്. അധികം ആരുമില്ലായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്നും വലിയ ബന്ധുക്കളോ ഒന്നും നമ്മൾ കണ്ടില്ല. വളരെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഭുവന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഭുവനെക്കുറിച്ചും അനുവിനെക്കുറിച്ചും വലിയ ചർച്ചകളാണ് നടന്നത്. ശരിക്കും ഭുവനാണ് വരൻ എന്നറിഞ്ഞതോടെ, ഈ വീഡിയോയൊക്കെ വന്നതോടെ ഇതാരാണ് ഈ പയ്യൻ, ഈ ചുള്ളൻ ചെറുക്കൻ ആരാണ്, നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഭുവനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അനുവും പുറത്തുവിട്ടില്ല. ഭുവൻ നടനാണ്. കോമഡി കുക്കിംഗ് എന്ന് പറയുന്ന തമിഴിൽ ഒരു പരിപാടിയിൽ അനു മുന്നേ പങ്കെടുത്തിട്ടുണ്ട്. ആ പരിപാടിയിൽ വെച്ചിട്ടാണ് ഇവർ പരിചയപ്പെടുന്നതൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. തന്റെ അച്ഛനെ പറ്റി പലപ്പോഴും കണ്ണ് നിറഞ്ഞ് ഏറെ വേദനയോട് പറഞ്ഞിട്ടുള്ള ആളാണ് അനുമോൾ. ഒരു സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് ഞങ്ങളുടെ അച്ഛൻ. എന്നാൽ ആ കഷ്ടപ്പാടിനിടയിലും ഞങ്ങൾക്ക് വേണ്ടതിനൊന്നും കുറവ് വന്നിട്ടില്ല. ആ കഷ്ടപ്പാട് കണ്ട് വളർന്നത് കൊണ്ട് തന്നെ എൻ്റെ 13ാമത്തെ വയസ്സിൽ ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ കാരണം അച്ഛനും അമ്മയും വിഷമിക്കാൻ പാടില്ല എന്ന്. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാനും പാടില്ല. താൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്താൻ കാരണം അതുതന്നെയാണ്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു നെടുവീർപ്പ് വരും. മറ്റാരെങ്കിലും അവരുടെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കുകയും ഒരു നെടുവീർപ്പ് വരികയും ചെയ്യും. അമ്മ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷവും വരും, സങ്കടവും വരും. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കുറെ കാശുണ്ടാക്കാനായതും അറിയപ്പെടുന്നതും ഒന്നുമല്ല, ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിക്കാൻ കഴിഞ്ഞു എന്നതാണ്. എവിടെ പോയാലും നീ കഴിച്ചോ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന രണ്ടേ രണ്ട് ആൾ മാത്രമേ ലോകത്തുള്ളൂ. അത് അച്ഛനും അമ്മയുമാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ, മുൻപൊക്കെ സ്റ്റാർ മാജിക്കിന്റെ സെറ്റിലുള്ളപ്പോൾ അമ്മ വിളിച്ച് ചോദിക്കുമ്പോൾ ഒന്ന് വയ്ക്കമ്മേ, വെറുതെ വിളിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ വിഷമം തോന്നും. ഇപ്പോൾ ഞാൻ സുഹൃത്തുക്കളോടൊക്കെ പറയും അങ്ങനെയൊന്നും പറയരുതേ എന്ന്. ബിഗ് ബോസിനകത്ത് വെച്ച് തൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അമ്മയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വരെ ആഗ്രഹിച്ചിരുന്നു എന്നും അനുമോൾ പറയുന്നു. എപ്പോഴത്തെയും പോലെ അനുവിൻ്റെ വീഡിയോകളും ഫോട്ടോകളും എത്തുമ്പോൾ ആരാധകർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ പയ്യനെ നീ വിട്ടുകളയരുത്, നല്ല ചെക്കനാണ്, തമിഴ്നാട്ടുകാരൻ ചെക്കനാണ് എന്നൊക്കെ. 33 വയസ്സുണ്ട് അനുവിന് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഈ പ്രായത്തിൽ അനുവിന് ഏറ്റവും നല്ല വരനെ തന്നെയാണ് കിട്ടിയത് എന്നും